ഇടുക്കി കരുണാപുരത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കൃഷിയിടത്തിലേക്ക് റോഡ് നിർമ്മിച്ചതായി ആക്ഷേപം. റോഡ് ചെന്നെത്തുന്ന മേഖലയിൽ ഒരു വീട് പോലും ഇല്ലാതായെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൃഷിയിടം അവസാനിക്കുന്നതുവരെ റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായി റോഡ് ഇല്ലാത്തതിനാൽ മുടങ്ങിക്കിടന്ന സ്ഥലക്കച്ചവടം നടത്താനാണ് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചതെന്നാണ് ആക്ഷേപം. കരുണാപുരം ഗ്രാമപഞ്ചായത്തിലെ ആറ്റിൻകര അമ്പലമേട് കുഴിത്തുള്ളൂർ റോഡിലാണ് പഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമ്മ ഗോപിനാഥിന്റെ കൃഷിയിടം വരെയുള്ള ഭാഗത്തേക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 തവണയായി 5 ലക്ഷം രൂപ വീതം 10 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് റോഡ് നിർമ്മിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൃഷിയിടം കഴിഞ്ഞാൽ ഇവിടെ ഒരു വീട് പോലുമില്ല. പിന്നെ ആർക്കു വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് റോഡ് നിർമ്മിച്ചത് എന്ന ചോദ്യമാണ് നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നത്. നിലവിൽ കോട്ടയം ജില്ലയിൽ ശോഭനാമ്മ പുതിയ വീട് പണിയുന്നുണ്ട്. കാലങ്ങളായി കരുണാപുരത്തെ സ്ഥലം വിൽപ്പന റോഡില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുകയുമായിരുന്നു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അനധികൃതമായി റോഡ് നിർമ്മിച്ച് സ്ഥലക്കച്ചവടം നടത്താനാണ് ശോഭനാമ്മ ശ്രമിക്കുന്നത് എന്നാണ് ആരോപണം. നമുക്ക് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് മൺ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആകെയുള്ള ആശ്രയം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ആ പദ്ധതിയിലൂടെയാണ് ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ച് തൻ്റെ സ്വന്തം കൃഷിയിടം വിൽക്കുവാൻ വേണ്ടി അവർ പാലായിൽ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് മാറാൻ വേണ്ടി സ്ഥലത്തിന് വില കിട്ടാൻ വേണ്ടിയിട്ട് വാർഡിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ചാലക്കുടിമേട് വാർഡിൽ നിന്ന് വിജയിച്ച ശോഭനാമ്മ ഈ റോഡിന് 10 ലക്ഷം രൂപയാണ് 2 തവണയായിട്ട് ഫണ്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനെതിരെ വിജിലൻസിന് പരാതി കൊടുക്കുന്നതായിരിക്കും. അതേസമയം പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റോഡാണിതെന്നും ആരോപണത്തിൽ കഴമ്പില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരണം നൽകി. സംഭവത്തിൽ വിജിലൻസിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ജനം, ഇടുക്കി.